വാർദ്ധക്യകാലത്ത് വൃദ്ധമാതാപിതാക്കളുടെ ആകെയുള്ള ആശ്രയം പെൻഷൻ തുകയാണ്. സർക്കാർ ഇപ്പോൾ നൽകുന്ന ക്ഷേമ പെൻഷൻ ഒരു നിധി പോലെ കാത്തു സൂക്ഷിക്കുന്നവരുണ്ട്. കാരണം ഒരാവശ്യം വന്നാൽ സ്വന്തം മക്കളോ കൊച്ചുമക്കളോ സഹായിച്ചില്ലെങ്കിലും അവർക്ക് ആ തുക ഒരു താങ്ങാണ്. എന്നാൽ പെൻഷൻ തുക പോലും കൊള്ളയടിക്കുന്ന കുടുംബാംഗങ്ങളുണ്ട്. കൊല്ലം ചവറയിൽ മുത്തശ്ശിയെ ചെറുമകൻ കൊലപ്പെടുത്തിയത് പെൻഷൻ പണത്തെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന്. 70-കാരി സുലേഖ ബീവിയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി ഷഹനാസിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വീടിനുള്ളിലെ കട്ടിലിൽ രണ്ടു കാലുകളും നിലത്തുമുട്ടി അവശയായ നിലയിലായിരുന്നു സുലേഖ ബീവി കിടന്നിരുന്നത്. കാലുകൾ ചാക്കിനുള്ളിലേക്ക് കയറ്റിയ നിലയിലായിരുന്നു. സുലേഖ ബീവിയുടെ മകളായ മുംതാസ്, ഇവരുടെ മക്കളായ മുഹമ്മദ് ഷഹനാസ്, സഹീൽ എന്നിവരായിരുന്നു വീട്ടിൽ താമസിച്ചു വന്നിരുന്നത്. കഴിഞ്ഞ ദിവസം ഒരു കല്യാണത്തിന് പോയി മടങ്ങിയെത്തിയ മുംതാസാണ് സുലേഖ ബീവി വീടിനുള്ളിൽ അവശയായി കിടക്കുന്നത് കണ്ടത്. നിലവിളി കേട്ട് ഓടിക്കൂടിയ നാട്ടുകാരെ കണ്ടതോടെ ഷഹനാസ് വീട്ടിൽ നിന്നും ഇറങ്ങി ഓടി. സംശയം തോന്നിയ നാട്ടുകാർ ഷഹനാസിനെ തടഞ്ഞു വെച്ച് പോലീസിൽ ഏൽപ്പിച്ചു. സുലേഖ ബീവിയെ കരുനാഗപ്പള്ളിയിലെ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. സുലേഖ ബീവിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മരണകാരണം കഴുത്തിൽ ഷാൾ മുറുക്കിയതാണെന്ന് തെളിഞ്ഞു. വിശദമായ ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചു. സുലേഖ ബീവിക്ക് ലഭിച്ച പെൻഷൻ തുക ഷഹനാസ് ആവശ്യപ്പെട്ടതിനെ തുടർന്നുള്ള തർക്കമായിരുന്നു കൊലപാതക കാരണമെന്നാണ് പോലീസിന്റെ നിഗമനം. മുൻപ് വധശ്രമക്കേസിൽ പ്രതിയായ ഷഹനാസ് ലഹരിക്കടിമയാണ്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊല്ലം.